ആദിലയുടെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് കണ്ട നിങ്ങൾ. അപ്പം ഒരു അനുമോളെ കുറിച്ചിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് സംഭവിച്ചൊരു അവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ആദില പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിലേക്ക് എന്തോ ഒരു പശ്ചാത്താപം പോകുന്ന പോലെ സ്വയമായിട്ട് കുറ്റം പറഞ്ഞ രീതിയിൽ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഞാനാണെങ്കിൽ കുറച്ച് കള്ളം പറഞ്ഞ കൂട്ടത്തിലാണ്, അല്ലെങ്കിൽ എന്താ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആകുന്ന കൂട്ടത്തിലാണെന്നൊക്കെ ഇങ്ങനെ തമാശ പറയും, ഇങ്ങനെയൊക്കെ കാണിച്ച് പറയുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്തിനാ എൻ്റെ ആദിലെ, നിനക്ക് ഏതെങ്കിലും ഒരു വല്ലത്ത് കാലം നിന്നിട്ട് നീ ഉറപ്പായിട്ട് നിന്നിട്ട് നോർമലായിട്ടുള്ള രീതിയിൽ സംസാരിക്കും. ഇല്ലെങ്കിൽ നീ അനുമോടെ കുറ്റം പറ, ഇല്ലെങ്കിൽ വേണ്ട. ഇപ്പം അനുമോടെ സൈഡ് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞു വരുന്ന ഫാൻസ് എല്ലാം കൂടെ ഇപ്പോൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ മനസ്സിലായത് അവൾക്ക് അനുമോടെ ഫാൻസും ഇവർ പറഞ്ഞെല്ലാം കള്ളത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം പറഞ്ഞത് അബദ്ധമായിട്ട് തോന്നുന്നു. ഇവിടെ ഒരു ഒറ്റ കാലത്ത് ഇപ്പം 100 ഇപ്പം അടുത്തതിന് ഫൈനൽ 5 വരേണ്ട അല്ലെങ്കിൽ 4 വരേണ്ട ആളിപ്പം ഔട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ലാസ്റ്റിൽ തന്നെ 6ാമത്തെ ആൾ 100 ആയിരിക്കും. 100 ഒരു കള്ളക്കരച്ചിലും 100 വെളുപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിലായിരിക്കാം എനിക്ക് തോന്നുന്നു. അനുമോട് പട്ടായയിലൊക്കെ പോകണം. എൻ്റെ അനുമോളെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ കൂടെ ഒന്നും പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം തന്നെ വീഡിയോയ്ക്കായിട്ട് എക്സ്പ്ലനേഷന് വേണ്ടി വന്നേക്കുവാണ്. അങ്ങനെയാണ് ഞാൻ ഫ്രണ്ട്ഷിപ്പിൽ, ഇങ്ങനെയാണ് ഞാൻ എന്തുവാണെങ്കിൽ ഒരു പറഞ്ഞ കൂട്ടും അനുമോൾ പറഞ്ഞ കൂട്ടത്തിൽ എന്നെ വിശ്വസിച്ച് ആസ് എ ഫ്രണ്ട് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയാണ്, കോപ്പാണ്, മാടയാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വ്യൂസ് കണ്ടാൽ എത്ര വ്യൂസാണെന്ന് അറിയാമോ? അതിലും അവർക്ക് പൈസ കിട്ടുന്നുണ്ട്, മനസ്സിലായി, യൂട്യൂബിൻ്റെ പേരിൽ. അതിൻ്റെ ഒരു 100യുടെ കൂട്ടുകൂടി ഇവൾ കളഞ്ഞല്ലോ എൻ്റെ മോനെ. എന്തെല്ലാം കാഴ്ചപ്പോൾ അനുമോൾ പാവമെന്നല്ല പറഞ്ഞത്. എന്നാലും പുറത്തിറങ്ങിയപ്പോഴാണോ അതിലേക്ക് മനസ്സിലായത് അനുമോളുടെ സ്ട്രെങ്ത് എത്ര ആൾക്കാർ അനുമോളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അനുമോൾ ഇതുവരെയായിട്ടും ആരെയും ബാക്ക് സ്റ്റാബ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങളുടെ കുറ്റം ഒന്നും കണ്ടിട്ട്, നിങ്ങളാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ വില അറിയാത്ത രീതിയിൽ നിങ്ങളാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇത്രയ്ക്ക് വീഡിയോ ഇറക്കിയെന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തത് അനുമോളെ എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. അനുമോൾ തന്നെ ആയിരിക്കും വിന്നർ. ഇത് പറയാനുണ്ടായിരുന്നു. ഓക്കെ, ബൈ ബൈ.